നമസ്കാരം. 3 രാജ്യങ്ങളിലെ അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു. ജോർദാൻ, കുവൈത്ത്, ബഹ്റൈൻ. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിൻ്റെ തീക്കനലിലേക്ക് എത്തുകയാണോ? വെടിനിർത്തലിലേക്കും താൽക്കാലിക ശാന്തിയിലേക്കും നീങ്ങുകയാണ് എന്ന് കരുതിയിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സൈനിക സംഘർഷത്തിലേക്ക് മേഖല കടന്നിരിക്കുന്നത്. എന്താണ് പുതിയ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സംഭവവികാസങ്ങൾ അമേരിക്ക ഇറാൻ ബന്ധത്തെ വീണ്ടും അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചു. ഒരു അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടു എന്ന സംഭവമാണ് ഇപ്പോൾ പുതിയ സംഘർഷത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നത്. അതിന് പിന്നാലെ അമേരിക്ക നടത്തിയ തിരിച്ചടിയും തുടർന്ന് ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ നടത്തിയ 3 ഇടങ്ങളിലേക്ക് നടത്തിയ ആക്രമണവുമാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധഭീതിയിലേക്ക് നയിച്ച സംഭവം. ഈ സംഘർഷത്തിൻ്റെ വേരുകൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ ലെബനിൽ നിന്ന് വീണ്ടും കത്തിത്തുടങ്ങും. വെടിനിർത്തലിന് ശേഷം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ വെടിനിർത്തൽ ലംഘനമാണ് യുദ്ധാന്തരീക്ഷത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നാലെ ഇസ്രായേൽ ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. അതിന് ഇറാൻ ശക്തമായ തിരിച്ചടി നൽകി. അതിനിടയിൽ അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കി നിരീക്ഷണം കനപ്പിച്ചു. വെടിനിർത്തൽ നിലനിൽക്കുന്ന സമയത്തും അമേരിക്ക നടത്തിയ നിരീക്ഷണ നീക്കങ്ങൾ ഇറാനെ പ്രകോപിപ്പിച്ചു. അന്താരാഷ്ട്ര നിരീക്ഷകർ പറയും പ്രകാരം ഇതിൻ്റെ പ്രകോപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഹോർമുസ് കടലിടുക്കിലെ ഈ സാഹചര്യത്തിൽ നിരീക്ഷണ വിമാനത്തെ ഇറാൻ വെടിവെച്ചിടുന്നത്. ഹോർമുസ് സാധാരണ ഒരു സമുദ്രമേഖലയല്ലല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളാണ്. ആഗോള ഇന്ധന വ്യാപാരത്തിൻ്റെ വലിയ വിഹിതം കടന്നുപോകുന്ന ഇടുങ്ങിയ കടലിടുക്ക്. അതുകൊണ്ട് തന്നെ ഹോർമുസിൻ്റെ നിയന്ത്രണം രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും നിർണായകമാണ്. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലെ ആധിപത്യം ഉറപ്പാക്കണമെങ്കിൽ ഹോർമുസ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കണം. എന്നാൽ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ഹോർമുസിനെ തിരിച്ച് പ്രതിരോധത്തിനുള്ള ആയുധമാക്കി. ഇറാൻ്റെ നിലപാട് വ്യത്യസ്തമായി. ഒരു തരത്തിലും തങ്ങളുടെ പരമാധികാരം വിട്ടുകൊടുക്കില്ല എന്നാണ്. അവരുടെ പരമാധികാരത്തിന് മേലെ അമേരിക്കൻ സൈനിക ഇടപെടൽ നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് വെടിനിർത്തലിന് ശേഷവും നിരീക്ഷണ സംവിധാനങ്ങൾ അവിടെ US സൈന്യം പ്രവർത്തിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് അമേരിക്ക ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇറാന് മേലെ മറ്റു വഴികളിലൂടെ ആധിപത്യം നേടുകയാണ് എന്നുള്ള ആശങ്ക ഇറാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹോർമുസിലേക്ക് കടന്ന US-ന്റെ വിമാനം ഇറാൻ വെടിവെച്ചിട്ടത്. US കനത്ത തിരിച്ചടി നൽകി. എന്നാൽ രണ്ടും കൽപ്പിച്ച് ഇറാൻ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ. അമേരിക്കയുടെ വ്യോമത്താവളങ്ങളടക്കം 21 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണത്തിൽ US-ന്റെ F-35 യുദ്ധവിമാനങ്ങളുടെ ഹാങ്ങറുകൾ തകർത്തതായി ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറഞ്ഞതായി ഇറാൻ വാർത്താ ഏജൻസി ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജോർദാനിലെ അൽ അസ്രത്ത് താവളത്തിലുള്ള US സൈന്യത്തിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ ഉൾപ്പെടെ 4 പ്രധാന കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജോർദാനിലെ മുവാഫക് സാത്തി വ്യോമത്താവളത്തിന് നേരെയും ആക്രമണം നടത്തി ഇറാൻ. കുവൈത്തിലെ അലി അൽസലം താവളത്തിന് നേരെയും ഡ്രോൺ ആക്രമണം നടത്തിയതായി IRGC അവകാശപ്പെട്ടു. കുവൈത്തിലും ബഹ്റൈനിലും വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായതായും ഇവിടുത്തെ US താവളങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈനിലെ US സൈനിക താവളത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വവും IRGC ഏറ്റെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെയോടെ ബഹ്റൈനിലെ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഇറാൻ നാവികസേന ഡ്രോൺ ആക്രമണം നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ. തെക്കൻ ഇറാനിലെ പല കേന്ദ്രങ്ങൾക്ക് നേരെയും കഴിഞ്ഞ ദിവസം US നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി IRGCയുടെ നീക്കം ഈ ആക്രമണങ്ങൾ എന്ന് IRGCയുടെ നിലപാട് അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ജാം നഗരത്തിന് മുകളിലെ ആകാശത്ത് വെച്ച് അമേരിക്കയുടെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. അതായത് അത്യാധുനികമായ യുദ്ധ സംവിധാനങ്ങളെ ഇറാൻ തിരിച്ചടിക്കാൻ മാത്രം കെൽപ്പ്, നഷ്ടപ്പെട്ട യുദ്ധശേഷി ഇറാൻ തിരിച്ച് കൈവരിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഇതൊക്കെ. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ തുറമുഖങ്ങൾക്കും ദ്വീപുകൾക്കും നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിൽ ഇറാൻ ആക്രമണം എന്നാണ് അവരുടെ വിശദീകരണം. ഇറാന്റെ ആക്രമണം സ്ഥിരീകരിച്ച ബഹ്റൈനും കുവൈത്തും ജോർദാനും തങ്ങൾ അതെല്ലാം പ്രതിരോധിച്ചതായും അവകാശപ്പെട്ടു. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് പിന്നിൽ ഇറാനാണ് എന്ന് US ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ തീരത്ത് ഉള്ള നീക്കമാണ് അമേരിക്ക നടത്തിയത്. അതിനുള്ള പ്രതികാരമായിട്ടാണ് ഇറാന്റെ സൈനിക നടപടിയും പിന്നീട് വന്നത്. കടുത്ത നിലപാടുമായി ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിനെ മുൻനിർത്തി വെടിനിർത്തൽ കാലത്ത് US നടത്തിയ നീക്കമാണ് പുതിയ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഹോർമുസിൽ വീണ്ടും നിരീക്ഷണം ശക്തമാക്കി US സേന ഇറാനെ പ്രകോപിപ്പിക്കുകയായിരുന്നു. അതോടെ കാര്യങ്ങൾ കൈവിട്ടു. ഹോർമുസിന് മുകളിലൂടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന US-ന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതാണ് ഈ സംഘർഷങ്ങളിലേക്ക്, യുദ്ധ സാഹചര്യങ്ങളിലേക്ക് നയിച്ചത്. അപ്പാച്ചെ വെടിവെച്ചിട്ടതിന് പ്രതികാരം ചെയ്യുമെന്ന് ട്രംപ് തന്നെ ഇറാനെ വെല്ലുവിളിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. US തിരിച്ചടിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ തുറമുഖങ്ങളും ദ്വീപുകളും അമേരിക്ക ആക്രമിച്ചു.
ആക്രമിച്ചു. തുറമുഖങ്ങൾക്കും ഹേഷം ദ്വീപിനും നേരെ US സൈന്യം ആക്രമണം നടത്തി. ഇതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. ഇപ്പോൾ തങ്ങളെ ആക്രമിച്ചാൽ യുദ്ധസന്നദ്ധമാണ് തിരിച്ചടിക്കാൻ എന്ന പ്രഖ്യാപനമാണ് ഇറാൻ ഒടുവിലത്തെ ഈ ആക്രമണത്തിലൂടെ ലോകത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്, US മുന്നിൽ നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി US മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു. തങ്ങളുടെ സൈനിക ശേഷിയെ കുറച്ച് കാണരുതെന്നും അമേരിക്ക സുരക്ഷ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് എത്രയും വേഗം പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചരിത്രം പരിശോധിച്ചാൽ അതിക്രമിച്ചു കയറിയ പുറത്തുനിന്നുള്ളവർ നേരിട്ട ദുരന്തങ്ങൾ മനസ്സിലാകും. യുദ്ധക്കളത്തിലെ പരാജയങ്ങൾക്ക് ശേഷം അമേരിക്ക ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കുകയാണ്. ഏത് ഭീഷണിക്കും ഞങ്ങളുടെ സായുധ സേന മറുപടി നൽകും എന്ന് അബ്ബാസ് അരാക്ചി പറഞ്ഞു. എന്നാൽ ഇറാൻ തകർത്ത അമേരിക്കയുടെ കോപ്റ്ററിലെ പൈലറ്റുമാർ സുരക്ഷിതരാണ് എന്ന് ട്രംപ് മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ഏത് ആക്രമണത്തെയും ചെറുക്കുമെന്നും ട്രംപ് വിശദീകരിച്ചു. ഇതിന്റെ തുടർച്ചയായി വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് അസാധാരണ സാഹചര്യം, വെടിനിർത്തൽ സമയത്ത് അസാധാരണ സാഹചര്യം രൂപപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഇറാൻ യുദ്ധം നേരത്തെയുള്ളത് സാഹചര്യങ്ങൾ വന്നാൽ, തങ്ങളെ അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കുമെന്ന നിലപാടിൽ നിൽക്കുന്നു. US ആക്രമണത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ നിൽക്കുന്നു. എന്തായാലും അനിശ്ചിതമായ വെടിനിർത്തൽ ലംഘനം ഉണ്ടായിട്ടില്ല. ഒരടി ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയതോടെയാണ് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചത്. എന്നാൽ ഏപ്രിൽ 13 മുതൽ US ഹോർമുസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തി. വിലക്ക് ലംഘിച്ച് ഹോർമുസിൽ പ്രവേശിക്കുന്ന കപ്പലുകളെ ഇരുകൂട്ടർ ആക്രമിച്ചിരുന്നു. ഹോർമുസിന് മീതെ പറക്കുന്ന ഡ്രോണുകളും വെടിവെച്ചിട്ടു. ഇറാൻ ഹോർമുസ് വഴി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുകയായിരുന്നു. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ലോകത്താകെ ഇന്ധന കൈമാറ്റത്തിൽ പ്രതിസന്ധി രൂപപ്പെട്ടു. യുദ്ധം കാരണമാണ് ഇതെന്ന വികാരമുണ്ടായി. ട്രംപിനും US അത് കനത്ത തിരിച്ചടിയായി. അതിൻ്റെ തുടർച്ചയായി ഹോർമുസിലെ വിലപേശൽ ഇറാൻ ശക്തമാക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധത്തിൽ കീഴടങ്ങാതെ ഹോർമുസ് കീഴടക്കുക എന്ന തന്ത്രമാണ് ട്രംപ് പയറ്റിയത്. അതും വിജയിച്ചില്ല. വെടിനിർത്തലിലേക്ക് എത്തിയെങ്കിലും പൂർണ്ണ സമാധാനത്തിലേക്ക് US നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിക്കാത്തിടത്തോളം എത്തില്ല എന്ന സ്ഥിതിയാണ് ഉള്ളത്. US ആണെങ്കിൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ആണവ നിർവ്യാപനവും ഹോർമുസിന്റെ അധികാരവും സംബന്ധിച്ച് ട്രംപിന് തങ്ങളുടെ നിലപാട് സ്വീകരിക്കപ്പെടണം എന്ന വാശിയുണ്ട്. എന്നാൽ ഇറാൻ അതിന് വഴങ്ങുന്നില്ല. ഹോർമുസിന്റെ പരമാധികാരം വിട്ടുകൊടുക്കാനില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. അതിനിടെയാണ് ഹോർമുസിൽ വീണ്ടും US നിരീക്ഷണവും തിരിച്ചുള്ള സംഘർഷവും രൂപപ്പെട്ടത്. തിരിച്ചടി US ടെസ്റ്റായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ആയുധശേഷി അടക്കം ഒരു പരിധിവരെ തിരിച്ചുപിടിച്ചു എന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കൂടിയാണ് ആക്രമണം എന്നാണ് കരുതപ്പെടുന്നത്. ഇറാൻ തിരിച്ചടിക്കാൻ ശേഷിയുണ്ടോ എന്നുള്ള ടെസ്റ്റ്. അക്ഷരാർത്ഥത്തിൽ ഇറാൻ US ഞെട്ടിച്ചുകൊണ്ടാണ് ഒടുവിൽ പരക്കെ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ബഹ്റൈനിലും കുവൈത്തിലും ജോർദാനിലും US താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ ശക്തമായ നിലയിലാണ് എന്ന് തെളിയിക്കുകയാണ്. അതാണ് US ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അടുത്ത ഘട്ടം സമാധാന ചർച്ചയിൽ എങ്ങനെയെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോട് പോകുന്ന ട്രംപ് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ പൂർണ്ണമായി ലംഘിച്ച് ഇനിയൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാക്കില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ തിരിച്ചടിയോടെ എല്ലാം അവസാനിക്കുമോ? US വീണ്ടും തിരിച്ചടിച്ച് യുദ്ധം തുടങ്ങുമോ? ഇടയിൽ കയറി നെതന്യാഹു കുഴപ്പിക്കുമോ? ഇങ്ങനെ പലവിധ ആശങ്കകൾ ലോകത്ത് ഉണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.